ഹലോ. അപ്പം നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ എത്തി. വേറെ ഒന്നുമല്ല, അന്ന് ഒരു പറമ്പ് കാണിച്ചിട്ട് അത് ക്ലീൻ ചെയ്ത് അവിടെ കുറച്ച് പച്ചക്കറികളൊക്കെ നടണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഏകദേശം അതൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അവിടെ നട്ടിട്ടുള്ള പച്ചക്കറികളൊക്കെയാണ് കേട്ടോ ഇത്. ആദ്യം കാണിച്ചത് കൊത്തമര, നമ്മൾ ഈ സാമ്പാറിലൊക്കെ ഇടില്ലേ, അതാണ്. അതുപോലെ കൊത്തമര, പിന്നെ സാമ്പാർ ചീര, ഇത് സാദാ ചീരയാണ്. പിന്നെ കൊള്ളിക്കിഴങ്ങ്, പിന്നെ മധുരക്കിഴങ്ങ്, എല്ലാം ഒരുവിധം നടാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മളവിടെ നട്ടിട്ടുണ്ട് കേട്ടോ. ഇത് തക്കാളി ഉണ്ടായി വരുന്നതേ ഉള്ളൂ. പക്ഷേ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതൊക്കെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ വീഡിയോ എടുത്തില്ലെങ്കിലും നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ചെയ്തിരുന്നു കേട്ടോ. വീഡിയോ എടുക്കാൻ പലപ്പോഴും സാധിക്കാറുണ്ടായിരുന്നില്ല. വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് സമയപരിമിതി കൊണ്ട് തന്നെയാണ്. കാരണം നമ്മൾ വീഡിയോ എടുത്ത് നിൽക്കുമ്പോൾ കുറച്ചധികം ടൈം നമുക്ക് ആവശ്യമായിട്ട് വരും. പിന്നെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യത്തിന് എനിക്ക് അധികം ടൈം കിട്ടാറില്ല. എനിക്ക് ആ ഒരു ടൈമിൽ പോയിട്ട് അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് എനിക്ക് വരണം, ആ ഒരു കുറച്ച് ടൈമേ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ വീഡിയോ എടുക്കാൻ നിന്നാൽ എൻ്റെ സമയം മൊത്തം പോകും. എനിക്ക് ഈ കാര്യങ്ങൾ ഞാൻ ഉദ്ദേശിച്ച എന്തൊക്കെ ഇന്ന് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്ത് പോയിട്ടുള്ള ഒരു കാര്യങ്ങളും എൻ്റെ നടക്കില്ല. അതുകൊണ്ടാണ് പലപ്പോഴും വീഡിയോ എടുക്കാൻ പറ്റാതെ ഇരുന്നത് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് ഫ്രീ ആയ ടൈമിൽ ഞാൻ പോയിട്ട് ഇതൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാണ്. നമ്മളിവിടെ കുറച്ച് കൊള്ളി നട്ടിട്ടുണ്ട്. കൊള്ളി 2-3 ടൈമിലായിട്ടാണ് കേട്ടോ നട്ടത്. ആദ്യം നട്ടതൊക്കെ ഏകദേശം ഇപ്പോൾ നല്ല ഇലകളൊക്കെ വന്ന് വലുതായി വരുന്നുണ്ട്. ഇതിപ്പോൾ ഇന്ന് നട്ടിരിക്കുന്നതാണ്. ഇത് കിൻഡൽ കൊള്ളിയാണ്. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ വളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ ഇതിലുണ്ടാവും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ചെറിയ കുറച്ച് തണ്ടുകളൊക്കെ, കുഞ്ഞി തണ്ടുകളൊക്കെ നമ്മൾ ഒരുമിച്ച് നട്ടു. പിന്നെ വലിയ തണ്ടുകളുണ്ടായിരുന്നു. അപ്പോൾ അതിന് സെപ്പറേറ്റായിട്ട് ഓരോ കൂന എടുത്ത് ഓരോ ഇങ്ങനെ മണ്ണ് കൂമ്പാരം പോലെ കൂട്ടി വെച്ചിട്ട് അത് സെപ്പറേറ്റായിട്ടാണ് കേട്ടോ നട്ടു കൊടുത്തത്. നമ്മുടെ പച്ചക്കറികളൊക്കെ കുറച്ചുകൂടി ഉഷാറായിട്ട് അതുപോലെ നല്ല രീതിയിൽ ഇതിലും നന്നായിട്ടൊക്കെ വളർന്നാൽ, കാരണം ഈ വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മൾ ഡെയിലി ഇത് നനച്ച് അല്ലെങ്കിൽ ഒന്നരാടെങ്കിലും ഇത് കറക്റ്റായിട്ട് നന കൊടുക്കുകയായിരുന്നെങ്കിൽ ഇത് കുറച്ചും കൂടി നന്നായിട്ട് വന്നാണ് കേട്ടോ. അതുപോലെ വളം നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നമുക്ക് ഇതിൻ്റെ വളർച്ചയുടെ ഓരോ സ്റ്റെപ്പിലും ചെയ്യേണ്ട വളപ്രയോഗങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതും ഒരു കാരണമാണ്. അപ്പോൾ കറക്റ്റായിട്ട് വളവും കിട്ടിയിരുന്നെങ്കിൽ ഇതിനേക്കാൾ നന്നായിട്ട് ഇതൊക്കെ നന്നായിട്ട് വളരേണ്ട ഒരു ടൈം കഴിഞ്ഞു. ഈ തക്കാളിയിലൊക്കെ അതുപോലെ നിറച്ചും കായ പിടിക്കേണ്ട ടൈമും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ശരിക്കും നോക്കിയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, ഇതിനേലും നന്നായിട്ട് വിളവുണ്ടായിരുന്നേനെ. പറമ്പിൽ ഞാൻ ഫസ്റ്റ് നട്ടതെന്ന് വെച്ചാൽ പയറാണ്. പയർ എനിക്കൊരു 4 തവണ പറിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. 4 തവണ പറിച്ചെടുത്തതിന് ശേഷം പിന്നെ അതിൽ പയറുണ്ടായിരുന്നു. അപ്പോൾ ആ പയർ എനിക്ക് കുറച്ച് ഞാൻ അവിടെ ഇട്ടു, അതൊന്ന് ഉണങ്ങി അതിൻ്റെ വിത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ വിത്തെടുത്തിട്ടാണ് രണ്ടാമത് ഇപ്പോൾ നട്ടിരിക്കുന്ന ആ വാരത്തിൽ കംപ്ലീറ്റ് ഒരു 3 വാരം പയർ നമ്മൾ നട്ടിട്ടുള്ളത്. ചീരയൊക്കെ നമ്മൾ വിത്ത് പാകി മുളച്ച് വന്നിരിക്കുന്നതാണ്. ഇതൊക്കെ ഇതുവരെ എത്തി നിൽക്കുന്നുണ്ട്. ഇത്രയും നമ്മുടെ കൃഷിപ്പണികളൊക്കെ ഇതുവരെ എത്തി നിൽക്കുന്നുണ്ട്. ഇനി പുതിയ അപ്ഡേറ്റ്സുകളൊക്കെ നമ്മുടെ ചാനലിൽ വീഡിയോ ആയിട്ട് വരും കേട്ടോ. പുതിയതായിട്ട് എന്തൊക്കെ വെജിറ്റബിൾസിൻ്റെ തൈകളാണ് നടുന്നതെന്നുള്ള ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ഇനി പിന്നെ കാണാം. ഓക്കെ, ബൈ.